അതായത് NDF അടക്കമുള്ള ആളുകൾ ഇന്ന് ചെയ്യുന്ന കാര്യം പൂർണ്ണമായും തെറ്റാണ്. അത് ഇസ്ലാമിക രീതിയോ സംസ്കാരമോ അല്ല. ന്യൂനപക്ഷങ്ങൾ നിൽക്കുന്ന മുസ്ലിം സമുദായം ജീവിക്കുന്ന ഒരു രാജ്യത്ത് അന്യ സമുദായക്കാരെ വികാരം കൊള്ളിക്കുകയോ അവരെ അപഹസിക്കുകയോ അവരെ കൂടി പ്രശ്നത്തിലേക്ക് ചാടിക്കാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ടിയാ ഒരിക്കലും ഇസ്ലാം അനുവദിക്കൂല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ആ പ്രശ്നത്തിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ഈ സഹോദരങ്ങളെല്ലാം വിവരമില്ലാത്തവരാണ്. അതുകൊണ്ട് നമ്മൾ മഹാരാഷ്ട്രയിലാണ് ഗോവധം നിരോധിച്ചതെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം അതിൻ്റെ ചർച്ചകളുണ്ട്. പിന്നെ ഫേസ്ബുക്കിലും മറ്റു കമൻറ്റുകൾ ഇഷ്ടം പോലെ പല ആളുകളും ഹിന്ദുക്കളെയും മറ്റുമൊക്കെ മോശമായി ഉള്ള കമൻറ്റുകളെ പറ്റി വാട്സപ്പിലും മറ്റും പ്രചരിക്കുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതൊരിക്കലും നമ്മളെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഗൗരവമായി കാര്യം ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പശു അറുക്കുക എന്നുള്ളത് നമുക്കൊരു സുന്നത്തായ കാര്യമേ അല്ല. 10 കൊല്ലം മുസ്തഫ നബി ഉളഹിയത്ത് അറുത്തിട്ട് ഒറ്റ പ്രാവശ്യം പോലും പശുവിനെ അറുത്തിട്ടില്ല, കാളയെ അറുത്തിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂൽ അറുത്തത് അറുക്കുകയാണെങ്കിൽ നമ്മൾ അറുക്കേണ്ടത് ഒട്ടകത്തിനെയും ആടിനെയാണ്. പിന്നെ അത് കിട്ടാത്തത് കൊണ്ട് നമ്മൾ പശുവിനെ അറുക്കാന്നേ ഉള്ളൂ. പശുവിനെ അറുക്കുന്ന വാശി പിടിച്ച് പറയേണ്ട ആവശ്യം നമുക്കില്ല. ഒട്ടകവും ആടും അള്ളാഹിനെ തൗഫീഖിന് അൽക്കാലം വരെ ആര് പടച്ചവനും ആയിട്ടുമില്ല. മനസ്സിലായ പറഞ്ഞത്? എന്നെ കഴിഞ്ഞ കൊല്ലം കൊയിലാണ്ടിയിൽ വെച്ച് പ്രസംഗ മധ്യ കഴിഞ്ഞ വലിയനാളിന്റെ തൊട്ട് മുമ്പുള്ള ആഴ്ച എനിക്ക് ഇവിടെ ഹിന്ദു ഒരു ഐക്യവേദി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ BJP ഒക്കെയാണത് സംഘടിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഉമർ ബാഫക്ക് തങ്ങളുടെ മകന് എന്നെ വിളിച്ചു. അങ്ങനെ മുസ്ലിം പ്രതിനിധിയായി ഞാനാ പങ്കെടുത്തത്. 3/4 മണിക്കൂർ പ്രസംഗം കഴിഞ്ഞ പിന്നെ അവർ ചോദ്യോത്തര വേളയാണ്. ചോദ്യോത്തര വേളയിൽ അവർ ഞങ്ങളോട് ചോദിച്ച് എന്നോട് ചോദിച്ചു, നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് ഐക്യമൊക്കെ നല്ലതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബലിപെരുന്നാൾ വരികയാണ്, ഞങ്ങൾ ദൈവമായി കാണുന്ന പശുവിനെ ഞങ്ങൾ അറക്കല്ലേ, ഞങ്ങൾ ദൈവത്തിന് അറക്കും, ഞങ്ങളായിട്ട് എന്ത് കോംപ്രമൈസിങ് ഉണ്ടാവും എന്നാണ് മുസ്ലിരെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പശുവിനെ ഇറക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് ഇല്ല. ഒന്ന്, നമുക്ക് ബലി തന്നെ ആവശ്യമില്ല. കാരണം ലോകത്ത് ബലി സുന്നത്താക്കിയ മതമാണ് ഇസ്ലാം. ഹിന്ദു മതത്തിൽ ബലി പല ചടങ്ങുകൾക്കും ഹോമങ്ങൾക്കും ബലി നിർബന്ധമാണ്. ഇസ്ലാമിൽ ബലി ഒരിക്കലും നിർബന്ധമല്ല. ബലി തന്നെ നിർബന്ധമില്ലാത്ത മതമാണ് ഇസ്ലാം. 1. 2, സുന്നത്തായ ബലി തന്നെ ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പശുവിനെ അറുത്തിട്ടില്ല. പിന്നെ ഞങ്ങളെ നബി അറുത്തത് എന്തിനാണ്? ആടിനെ ഒട്ടകത്തിനെ. അത് നിങ്ങൾക്കോട്ട് ദൈവമല്ല. പിന്നെ പ്രശ്നം ഞങ്ങളെ നേതാക്കന്മാരും ഒരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചാൽ ഈ പ്രശ്നം തീരും. അവരെ വികാരം കൊള്ളിക്കാൻ വേണ്ടി പശുവിനെ അറക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. പശുവിനെ അറക്കലും അറക്കാതിരിക്കലും അല്ല എന്റെ വിഷയം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ ഈ കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കണം. വികാരം കൊള്ളിക്കുന്ന വർത്തമാനങ്ങൾ പറയരുത്. ശരിയായിട്ട് വിവാദ കാലത്ത് ചില ആളുകൾ വിളിച്ച മുദ്രാവാക്യം 1 കെട്ടും 10 കെട്ടും EMSന്റെ ഓളയും കെട്ടും, അങ്ങനെയാണ്. അതൊരു മുസ്ലിം പറയാൻ പറ്റാത്ത വർത്തമാനമാണ്. അതൊരു മുസ്ലിമിന്റെ രീതിയല്ല. അത് മറ്റുള്ള വികാരം. അങ്ങനത്തെ രീതി ഇസ്ലാമിൽ ഇല്ലല്ലോ. 1 കെട്ടും 10 കെട്ടും EMSന്റെ ഓളയും കെട്ടും അങ്ങനെ ഒരുപാടുണ്ടാ. അങ്ങനത്തെ രീതി ഇസ്ലാമിലുണ്ടാ. അതൊന്നും ഇസ്ലാമിന്റെ രീതിയല്ല. അതുകൊണ്ട് വികാരം കൊള്ളാതെ നെറ്റിലും മറ്റെന്താ പറയാ ഫേസ്ബുക്കൊക്കെ ഇന്ന് വീട്ടിൽ അടങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങൾ വരെ ഫേസ്ബുക്കിൽ കളിക്കുന്ന കാലം അല്ലേ? കമന്റും തോന്നിയാസം അതിലൊന്നും നമ്മൾ ഇടപെടണ്ട. ചിലപ്പോൾ ഹൗളും കരയിൽ ഞാൻ നിൽക്കുന്നതായി നിങ്ങൾ കാണുന്ന ദിവസം വരെ നിങ്ങൾ ക്ഷമിക്കേണ്ടി വന്നാലും കുഴപ്പമുണ്ടാക്കാൻ വരുത്. അൽ ഫിത്നതു നാഇമ ഫമൻ ഐഖലഹ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അൽ ഫിത്നതു നാഇമ, എല്ലാ നാടുകളിലും ഫിത്ന ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഫമൻ ഐഖലഹ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ആരാണ് ഫിത്നയെ ഉണർത്തിയത് അവനായിരിക്കും അല്ലാഹുവിന്റെ ശാപം. എന്താ പറഞ്ഞത്? ഇത് ഭയങ്കര ഹദീസാണ്. അൽ ഫിത്നതു നാഇമ. ഏത് കാലത്തും ഏത് പ്രതിസന്ധിയിലും ഏത് സാഹചര്യത്തിലും ഫിത്ന എവിടെയും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഫമൻ ഐഖലഹ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. എവിടെ ഫിത്ന ആരുണർത്തിയോ അവനായിരിക്കും അല്ലാഹുവിന്റെ ശാപം. അത് ചിലപ്പോൾ ഹിന്ദുക്കൾ വരെ വികാരം കൊണ്ട് ഒരു പ്രശ്നവും മറ്റോ ഉണ്ടാക്കാൻ കാരണക്കാരൻ ചിലപ്പോൾ ആരായിരിക്കും? ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ ഒരു നെറ്റിലോ മറ്റോ കയറ്റിവിട്ട ഒരു ഫോട്ടോന്റെ പേരിൽ വരെ എന്തുണ്ടാകാം? ഫിത്ന ഉണ്ടാകാം. അപ്പോൾ അല്ലാഹുവിന്റെ ശാപമാണ് ആർക്കാ വരിക? വിവരമില്ലാതെ ചാടി അവനല്ല വരിക. ആർക്കാ വരിക അവിടെ? പറയകുട്ടി, ആർക്കാ വരിക? അൽ ഫിത്നതു നാഇമ. ഫിത്ന എവിടെയും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഫമൻ ഐഖലഹ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ആര് ഫിത്നയെ ഉണർത്തിയാലും അവനായിരിക്കും അല്ലാഹുവിന്റെ ശാപം എന്ന് പുണ്യ റസൂൽ മുസ്തഫ.
നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല നിലക്ക് മറ്റുള്ളവരെ വികാരം കൊള്ളിക്കാർ അള്ളാഹു അവർക്ക് നല്ല ബുദ്ധിയൊക്കെ കൊടുക്കട്ടെ. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ രാജ്യം നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു തആല സഹായിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഗൗരവമായ വിഷയമായതുകൊണ്ടാണ്